ആ നിങ്ങൾ വരുമ്പോൾ അല്ലേ? നല്ല അടിപൊളി കാറ്റ്. അവിടെ കുറേ മരങ്ങളൊക്കെ ഉണ്ട്, അങ്ങോട്ട് പോകണം. ഒരു പട്ടി എന്നെ നോക്കിയാണല്ലോ കുറയ്ക്കണേ. അവിടെയുണ്ട് മരങ്ങൾ, ഇവിടെയുണ്ട്. എന്തോ പരിപാടി നടക്കണ്ടല്ലോ. വലയാണോ പറഞ്ഞത്? Wow. ആദ്യം കുറച്ച് നമ്മളെ കണ്ടു. എത്ര രൂപയാണോ? എടാ റോണി, അത് വെള്ളത്തിൽ നിന്ന് ഇറങ്ങണ്ട, കയറിക്കും. തൊട്ടടുത്ത് ഈ മണല്. പക്ഷെ ഈ മണല് തേക്കാൻ കൊള്ളില്ല. ആളുണ്ട്, അവർ കിടക്കുമായിരിക്കാനത്. മറ്റേ ക്യാമറ കൂടെ എടുക്കാൻ. ഇല്ല 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 ഇല്ല. ആ നിക്കടാ. എടാ റോണി, നീ കയറിക്കോ അവനെ കൊണ്ട്.
ടെക്സ്ചർ കാട്ടിലേക്ക് പോവുകയാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇതിനകത്ത് വെട്ടം ഇല്ലാത്തവനാണ്. ഇതിനകത്ത് നല്ല വെട്ടമുണ്ടല്ലോ. ഇതിനകത്ത് വേറൊരു ലോകം. മാൻഗ്രൂവ്സ്. ഹായ് എവർഗ്രീൻ. ആ ശരി പിടിച്ചു. അത് ഇവിടുത്തെ ലോക്കൽസ് ചേട്ടന്മാരായിരിക്കും. ആ ഇടിക്കാതിരിക്കാനല്ല, അവൻ്റെ കാല് പൊട്ടൂടാ, മുറിയൂടാ. അതെ അതെ, എന്ത് രസമാണ് ഇവിടെ. നേരിട്ട് കാണുന്നതിന് എത്ര സെറ്റപ്പ് ഒന്നും ഫോട്ടോയ്ക്കകത്ത് കിട്ടിയല്ല. സീറ്റ് നല്ല സീറ്റ് മെതുവായിരുന്നു. അതെ അതെ സത്യം. അതെ അതെ അതിലുണ്ട് വീണ്ടും അതിനകത്തോട്ട് നടക്കാം. മേളിൽ പരുന്നുണ്ടല്ലോ. പരുന്തുകൾ കുറേ ഉണ്ട് കേട്ടോ.
മേളിയൊക്കെ ഉറങ്ങുകയാണ്. അതിലെ കുഴപ്പമില്ല. എന്ത് രസമാണ് അതിനകത്ത് നടക്കാൻ. ഒന്നും പറയാനില്ല. പിന്നെ ഇതല്ലേ സെറ്റപ്പ്. അതിനോട് പിന്നെ ആയിരക്കണക്കിന് ആൾക്കാർ നീ നടന്നു. നല്ല വീഡിയോ ആയിരുന്നു. ഇതെന്തായാലും ഞാൻ ഫുൾ HD തന്നെ അപ്ലോഡ് ചെയ്യുള്ളൂ. കളിക്കാൻ സ്ഥലമുണ്ടല്ലോ, വീട്ടിൽ കാക്കയുണ്ടല്ലോ. അതെ അതെ, ഇവിടെയൊക്കെ കളിക്കുന്നവർക്ക് നല്ല പവറായിരിക്കും കാലിന്. ഇവിടുത്തെ പിള്ളേരുടെ യോഗം കൊള്ളാം കേട്ടോ. നല്ല ഹൈറ്റ് അല്ലേ? ശരിക്കും ഇത്രയും ഹൈറ്റ് ഉണ്ട്. അത് ഇവന്മാരുടെ കാലിന് പവറുണ്ടോ? അവരിതിനകത്ത് കളിച്ച് അവർ സൂപ്പറാണ് ഇതിനകത്ത് കളിക്കാൻ. ഇവിടുത്തെ പിള്ളേരൊക്കെ അടിപൊളിയായിരിക്കും. എത്തും, അല്ലാതെ കൈവൊക്കെ എത്തിയല്ല, കഷ്ടിയാണ്. ഞാൻ ചെരുപ്പിൽ നടന്നോട്ടെ. പിന്നെ പിള്ളേർ കളിക്കണാറും കുഴപ്പമില്ലായിരിക്കും. നമുക്ക് ശരിക്കും മറ്റേ പോലെ ഓടാൻ പറ്റില്ല. അതുകൊണ്ടല്ലടാ ഇവിടെ ഈ ബീച്ചിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുടെ പവർ കൂടുന്നത് കാലിന്. ഇവിടെയൊക്കെ കളിക്കുന്ന പിള്ളേരെ സൂപ്പറായിരിക്കും. അവന്മാരൊക്കെ ഉള്ളൊരു വൈബ്. തൊട്ടടുത്ത് കടൽ, നല്ല അടിപൊളി ഗ്രൗണ്ട്. ഇതിനകത്ത് ഒന്നും പറയാനില്ല. ഇത്രയും കിടിലൻ സ്ഥലം ഞാൻ ഇതുവരെയും പോയിട്ടില്ല. അർത്തുങ്കൽ അതിലേ പോയാൽ മതിയായിരുന്നല്ലേ. പശുമ, വീണ്ടും പൈൻമരം, ബോട്ടുകൾ. ഓക്കെ. അവർ ഇത് അത് കക്കാണ്. അതെ, അത് കുറേ നാൾ കഴിയുമ്പോൾ ഇങ്ങനെ കുശിത്ത് പൊട്ടും. കാക്കയാണോ? പരുന്താണോ? എവിടെ? ആ മരത്തിൻ്റെ ഇടയ്ക്ക് പക്ഷികളത്. പിന്നെ എന്നാ സാധനം അത്? സൂര്യൻ. ഓടാ. ഇതിലേക്ക് ഓടി പ്രാക്ടീസ് ചെയ്തിരിക്കുന്നുണ്ടല്ലോ. ഇതിലേക്ക് ഓടി പ്രാക്ടീസ് ചെയ്തിരിക്കുന്ന കാലിൻ്റെ പവർ കൂടും. ഇതാണ് പേപ്പറോട് ഇത്ര അതിന് സ്നേഹം. എന്ത് കാര്യത്തിൽ കൂടെ വെക്കും കട്ടക്ക് ഇങ്ങനെ പേപ്പറെ കിട്ടി തണുത്ത കാര്യം. ചർക്ക സുഖമാണ് കിടക്കണം. അവിടെ പോയി കണ്ടിട്ടില്ല. അവിടെ വരെ പോകേണ്ട ആവശ്യമില്ല. ഷോർട്ട് പോയാലോ? റെക്കോർഡിംഗ് അല്ലായിരുന്നോ? സൗമ്യ അത് കിട്ടിയ പാടെ മേടിച്ചാ ആയിരിക്കട്ടെ.
എന്നിട്ട് ബോസ് പറയാ വാങ്ങിന്നൊക്കെ ഞാൻ അങ്ങനെ കൊടുത്തല്ലെന്നൊക്കെ. അത് ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. അയ്യോ ഏട്ടാ നിന്നെ കണ്ടില്ലല്ലോടാ. ഏതാ വെറൈറ്റി സാധനമാണുള്ളത്? ഇല്ലില്ല, അത് വേറൊരു എന വേണ്ടോ? പുറം മൊത്തം തൊലിയില്ല. ആ ഒന്നര കടല കണ്ടിട്ട് അങ്ങോട്ടും പോ. ഓ ഇന്ന് രാവിലെ കടലെടുത്താന്നോളൂ. ഇടിഞ്ഞു പോയിരിക്കാം. ഇത് ഈ അടുത്ത ദിവസങ്ങളിലെ കടലാക്രമണമാണല്ലോ. ഞങ്ങളുടെ പോലത്തെ സാധനമാണ്. ഇല്ലടാ എന്ത് സാധനമായിരിക്കും? അവിടെ ഒരു പാലം പോലെ സാധനങ്ങളൊക്കെ കിട്ടുന്നു. എന്നാ പേര് പറ? കടൽപ്പാലം. അവിടെ ആളുകൾ നിൽക്കുന്നുണ്ട്, കാഴ്ചകൾ കാണുന്നുണ്ട്, മീൻ പിടിക്കുന്നുണ്ട്. ഈ കടൽ ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. പിന്നെ ഇതൊന്നും അല്ലടാ, മഴക്കാലത്ത് ഇനിയും കയറും കണ്ടമാനം ഉള്ളിലേക്ക്. പിന്നെ ഇവിടം വരെയൊക്കെ വരാറുണ്ടല്ലോ. അതിൻ്റെയൊക്കെ ലക്ഷണങ്ങൾ കാണാറുണ്ട്. അതിൻ്റെ അതേ പറമ്പിലെ പുല്ല് കണ്ടിരിക്കും, നമുക്ക് അറിയാൻ പറ്റും അവിടെയൊക്കെ വെള്ളം കയറുന്നത്. ആ മഴക്കാലത്തോ വെള്ളം കൂടുതൽ വരുന്ന സമയത്തൊക്കെ നല്ല ആഴത്തിൽ എടുത്തിട്ടുണ്ടല്ലോ. ഒരാളുടെ ഹൈറ്റ് ഉണ്ടോ അവിടെ അല്ലേ? ആ ഇതിനടിയില്ല.
ഇല്ല അവനാ നമ്മളിതിൻ്റെ അടുത്തൂടെ പോയതുകൊണ്ട് അവനെ കാണാമെന്ന് നോക്കിയേ. സുഖമായിട്ട് കടലടി ഇരിക്കുക കണ്ടോ കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല ആഴമുണ്ട് കേട്ടോ, വെള്ളം കാണുമ്പോൾ അറിയാം. ആ ഇവിടെ നല്ല ആഴമുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും പേര് മീൻ പിടിക്കാൻ നിൽക്കുന്നത്. ആ ആ ചേച്ചിക്ക് മീൻ കിട്ടി. അതെ അതെ അത് വലയായിരിക്കും. വെള്ളത്തിൽ ഇറങ്ങി നീന്തുവാണെങ്കിൽ ആ അങ്ങ് ഇട്ടേക്ക് ഇട്ട് വെച്ചേക്കുക. ഇതേ അങ്ങ് കിടപ്പുണ്ട്, അവിടം വരെയൊക്കെ ഉണ്ട്. മീനാണോ? അല്ല അത് മറ്റേ വലയാ, വലയിട്ട്. ആ എടുക്കാം. ആ പക്ഷിയല്ലേ? അവർക്കൊക്കെ ഓൾറെഡി ഗ്രൂപ്പുണ്ട്, ക്ലബുണ്ട്. അപ്പൊ നിങ്ങൾക്കൊന്ന് ഗ്രൂപ്പ് തുടങ്ങി, താഴത്തെ പിള്ളേര് കുഞ്ഞു പിള്ളേര്. ഇത്രയും ഞാൻ വണ്ടി വരെ ഞാൻ എടുക്കുന്നു. അയ്യോ പിടിച്ചോണേ. ഇപ്പൊ പിടിക്കും. പിന്നെ അമ്മയ്ക്ക് വരുമോ തൊപ്പി? താങ്ക് യു. അവന് നല്ല വിശപ്പുണ്ടായിരുന്നു. ഞാൻ വയറ് രണ്ടാമത് ചോറ് എന്റെ വലിയ തലയുണ്ട്, ഇരിക്കത്തില്ല. അത് കഴിക്ക, ഇറക്കിട്ട് പോകാം. ഇറക്കത്. അയ്യോ 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 അതെ രണ്ട് ഈ കയ്യിലേക്ക് വെച്ചേര്. സൂര്യൻ എന്തേ ഉണ്ണി? സൂര്യൻ സൂര്യൻ ഇറക്ക നീ എന്നിട്ട് ചിരിക്കാം. ആ അയ്യോ ഇപ്പൊ ഞങ്ങളുടെ തല കൂട്ടിയിടിക്കുവാണ്. അയ്യോ അതെ അതെ. അയ്യോ ഇനി എവിടം വരെ നടക്കണം എന്നറിയാവോ? അതെ അവിടെ ഒന്ന് കുച്ചുണ്ടി കാണിച്ചാൽ ഇവനെ എവിടം വരെ നടക്കണം. ഇവിടെ നോക്കിയാൽ കാണത്തില്ല, ഇതിനകത്ത് ആളുണ്ട്. ചൂണ്ടിക്കാണിച്ചാലും കിട്ടത്തില്ല ഇതിനകത്ത്. മതി മതി വാ.
Do you know the ആ എന്നാലും നീ അങ്ങോട്ട് തിരിഞ്ഞു. എന്നാ സാധനം? ആ ഇവർ വൈകിട്ട് വരെ ഇരിക്കും. ആ കടൽക്കാക്കല്ലേ? ഇവിടെ നിന്നല്ലേ നമ്മൾ പട്ടിക്കുഞ്ഞിൻ്റെ കരച്ച് കേട്ടെ. എവിടെ അവൻ വിളിച്ചിരിക്കണാവോ? അതെ അതെ, ചേച്ചിക്കാണ് കിട്ടിയത് ഏറ്റവും വലുത്. അവനൊന്നും കിട്ടിയില്ല ചോദിച്ചപ്പോൾ പറഞ്ഞു. വാ വാ നടന്നോ. ആ ഇത് കരിക്ക് കുടിച്ചിട്ടിട്ടേക്കണം. പക്ഷെ അത് വെട്ടി കണ്ടിച്ചിട്ട് തിന്നിട്ടില്ലല്ലോ. അത് കാണുമല്ലേ? ആ അടിപൊളി. ആ ശരിയാ. എന്ത് സാധനം? ആ റൂമിൻ്റെ ആയിരിക്കും. അല്ലല്ല, ആ അത് കഴിഞ്ഞു പോയി. അവന് ഇതിൽ കയറാനായിരിക്കേ. നിക്കടാ. നിക്കേ, നീ പയ്യപ്പോ നിന്റെ എടുക്കണ്ടേ? ആ
ആ ഇവിടെ ലൂസല്ലേ. എല്ലാരും അവിടെ വന്ന് വെള്ളം കുടിക്കും. ആ അവിടെ കെട്ടിക്കിടപ്പുണ്ട് വെള്ളം. അത് മിക്കവാറും അകത്തുനിന്ന് ഒഴുകി വരുന്ന പോലെ ചെറിയ തോടോ പുഴ എന്തെങ്കിലുമായിരിക്കും. ആ പിന്നല്ലാണ്ട് ഇവിടെയുള്ള ഏതിലൊക്കെ മരങ്ങളിലായിരിക്കും. ഇഷ്ടംപോലെ മരം ഉണ്ടല്ലോ. ആ നീ റബ്ബർ ചെരുപ്പല്ലേ ഇട്ടേക്കണം, അതുകൊണ്ടായിരിക്കും. മുന്നേ ആരാടാ വിളിക്കണേ? അതെ അതെ അതെ. എൻ്റെ ടോണി. 5000 രൂപയുടെ ചെരുപ്പിൽ അത്രയും മണ്ണ് കയറുന്നുണ്ടല്ലേ. എനിക്ക് വയ്യട കയറാൻ. എന്നെ അവർ പുറകോട്ട് വലിക്കുക. നമ്മുടെ വണ്ടി എവിടെ ആയിരുന്നു അവിടെ? ആ അവിടെ അല്ലേ? ആ ആ വാ. ഈ സൈഡിൽ കുറെ കടയുണ്ട്. അവിടെ അപ്പം അർത്തിങ്കളോട് ടാറ്റ ബൈ ബൈ. ആ അതെ വരും വരും. സൂര്യൻ അസ്തമിച്ചോട്ടെ. രക്ഷപ്പെട്ടല്ലേ. ഇത് കളിപ്പാട്ടക്കട. ഇതവർ കാറ്റാടി വെച്ചേക്കണം. വേണ്ട ഉണ്ണിക്ക് വേണ്ടായിരുന്നു. എന്നാ തോന്നിയോ അവന് വേണ്ടെന്ന്? മടുത്താണ്.